ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ ഫേസ് കണ്ടോ, നന്നായിട്ട് ടാനും അതുപോലെ തന്നെ നോസിലൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറൽ ഫേസ് മാസ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പോൾ അത് ഏത് ഫേസ് മാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ അംബിക പിള്ളയുടെ ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ളയാട്ടോ എടുക്കുന്നത്, മഞ്ഞ എടുക്കില്ല. അപ്പം മഞ്ഞ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ കോഫി പൗഡർ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെറും 10 രൂപയുടെ കേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ മോളെ വിട്ട് കടയിൽ നിന്ന് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ ഒരു കാര്യം, ടിഷ്യൂ ഇല്ലായിരുന്നു. ടിഷ്യൂ പിന്നെ അപ്പുറത്തുനിന്ന് പോയി ഞാൻ മേടിച്ചു, അപ്പുറത്തെ വീട്ടിലെ മാമൻ്റെ നിന്ന് പോയി മേടിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇനി ഫേസിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത ഒരു മാസ്ക് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ. അതോ ഇനി ആളുകൾ തള്ളി മറിച്ചതാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കുന്നതാട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണത്, എനിക്ക് ഇഷ്ടമല്ല. അപ്പം കോഫിയുടെയും കൂടെ ആയപ്പോൾ കുഴപ്പമില്ലയെന്ന് പറയാം. അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ടിഷ്യൂ കുറച്ച് ഹാർഡായിപ്പോയി. അതുകൊണ്ട് ഫേസിൽ ഒട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് ഒട്ടിച്ചപ്പോൾ തന്നെ അത് ഇളവി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫുൾ ഒട്ടിക്കുന്ന വീഡിയോ എടുത്തില്ല, അത് ഇളവി പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഓഫാക്കിയിട്ട് ഞാൻ പിന്നെ കണ്ണാടി ഫ്രണ്ടിൽ പോയിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടും അത് ഇളവി പോവുക ചെയ്തത്. പിന്നെ ഞാൻ ഓരോ പീസ് ഇങ്ങനെ കീറി എൻ്റെ ഫേസിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടും ഇളവി പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. നല്ല ഫേസ് നന്നായിട്ട് എൻ്റെ ഫേസൊക്കെ ബ്രൈറ്റ്നസ്സൊക്കെ കുറഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഈ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോയും ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്നിട്ട് ഞാനിപ്പോൾ മേളിലോട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഇളക്കുമ്പോൾ മൊത്തത്തിലങ്ങ് അവിടെ ഇവിടെയൊക്കെ കീറിപ്പോവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഒട്ടിയിട്ടില്ല കേട്ടോ. കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്കിവിടെ മാസ്കൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് ടിഷ്യൂ ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടേ. ഈ പണ്ടാരം എത്ര ഒട്ടിച്ചിട്ടും പിന്നും ഇളവി പോകണം കേട്ടോ. സെറ്റായെന്നാണ് വിചാരിച്ചത്, പിന്നും ഇളവി പോകും. പിന്നെ ഞാൻ പീസാക്കിയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലും കൂടെ ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ കോലം കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. എന്ത് കോലാണിത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ എന്തായാലും അതൊന്നും കൂടി ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ, ഭയങ്കര ഒരു മെനക്കെട്ട പണിയായിപ്പോയി. എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തും പോയി. ഇത്രയും ഒരു ക്ഷമയും ഇല്ലാത്തൊരാളാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തും പോയി. എങ്ങനെ ഇനി ഉണങ്ങുന്നത് വരെ കാത്ത് നിൽക്കണം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്കെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടിട്ട് ഇനി ആരെങ്കിലും വീട്ടിലോട്ട് വന്നാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ആരും വരാതിരുന്നാൽ മതി. അപ്പോൾ ഇത് ഉണങ്ങുന്നത് വരെ നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തരുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങുമായിരിക്കും. ഇപ്പം കുറച്ച് ഉണങ്ങിയിട്ടുണ്ടേ. അപ്പം ഞാൻ വീട്ടിൽ കുറച്ച് ജോലികളുണ്ട്, അതൊക്കെ തീർന്നിട്ട് നമുക്കിത് ഉണങ്ങിയിട്ട് വരാവേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നോക്കാം. അപ്പോൾ ഫൈനലായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇളക്കിയെടുക്കാവേ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന്. എന്തായാലും ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇളകി നെറ്റിയുടെ ആ സൈഡ് കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് വേദനയുണ്ട്, അത് വേറെ ഒന്നുമല്ല, നെറ്റിയിലെ ഹെയറിൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളവി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇളക്കി എടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഫൈനൽ റിസൾട്ട് എന്താണെന്ന്. ആ മുടിയും കൂടെ അതിനകത്തായിപ്പോയി, അതാണ് അത്രയും വേദന. ഒട്ടും വേദന ഞാൻ സഹിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് ആ മൂക്കിൽ അതും കൂടി നോക്കട്ടെ, മൂക്കിൽ അതൊക്കെ പോയോന്നറിയണമല്ലോ. സംഭവം പൊളിയാണ് കേട്ടോ. അതുണ്ടോ, മൂക്കിൽ നിന്നൊക്കെ ഇളവി വരുന്ന സംഭവം കണ്ടോ, നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം പൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഫേസ് കാണുമ്പോൾ ഇപ്പോൾ ജഗതിയുടെ മീശമാധവനിലെ ജഗതിയുടെ പിരികം കണക്കുണ്ട്. എന്ത് കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ നല്ലൊരു റിസൾട്ട് കിട്ടി.
ചുമ്മാതല്ല, ആൾക്കാർ തള്ളിമറിച്ചതൊന്നുമല്ല കേട്ടോ, ഭയങ്കര റിസൾട്ട് തന്നെ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നെന്ന് അറിയാൻ വയ്യ, പക്ഷെ സംഭവം അടിപൊളി ഫേസ്. അപ്പം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാമേ. ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ലിപ്സ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് മാത്രം വാഷ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ ഈ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇവിടത്തേക്ക് സൂം ചെയ്ത് കാണിക്കാമേ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ലൊരു റിസൾട്ട് ആട്ടോ കിട്ടിയത്. നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ നന്നായിട്ട് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി, ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ. സൂം ഓഫ് ആക്കിയില്ല. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.